പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്കറിയാം, ചില സമയത്ത് നമുക്ക് തന്നെ തോന്നും നമുക്കൊട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം തകർന്നിരിക്കുമായിരിക്കും. ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പോസിബിൾ റിക്വസ്റ്റായിട്ട് നിലനിൽക്കുന്നുണ്ടായിരിക്കും. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 14-ാം വാക്യം, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ചില സീസൺ നമുക്ക് വളരെ ഹൊറിഫിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നും. ചില സംസാരം നമ്മളെ സ്തബ്ധരായി നിർത്തിക്കളി. ഡിവോഴ്സുകൾ പലപ്പോൾ വന്ന് ഭവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഷോക്കായിട്ട് തീരും. അതുപോലെ ആഴത്തിൽ ചിലപ്പോൾ ചിലരുടെ മരണം നമ്മെ വേദനയിലാക്കും. ചില ബ്രേക്കപ്പുകൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതായി തീരും, മറക്കാൻ പറ്റാത്തതായി തീരും. നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോയത്, ചില ഹേറ്റ്ഫുൾ കോൺവെർസേഷൻസ് നടന്നത്, ഇതൊക്കെ മറക്കാൻ പറ്റാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. പെട്ടെന്നായിരിക്കും ഒരു ദിവസം സംഗതികൾക്കൊക്കെ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാർക്കായിട്ട് കിടക്കുക. നമ്മളോർക്കും മുമ്പത്തെ ജീവിതം, അയ്യോ, എന്നാൽ ഇപ്പോഴത്തെ ജീവിതം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മുടെ ജീവിതം പഴയ പോലെ മനോഹരമായി ഇനി തീരത്തില്ലെന്ന്. അപ്പം ഈ ഡീവാസ്റ്റേഷൻ വ്യക്തിപരമായി പലരെയും ബാധിക്കുന്നത് പല അളവിലും വിധത്തിലുമായിരിക്കും. നമ്മുടെ ഹൃദയം ഷാറ്റേഡായി പോകുമ്പോൾ ചിലർ ക്വൈറ്റ് നോർമലായിട്ട് ആ ഫീലിങ്ങിനെ അങ്ങ് എടുക്കും, അതങ്ങ് ഒതുക്കും. ഫൊർഗീവ്നെസ്, ആ വാക്കുണ്ടല്ലോ, അത് നമ്മൾ ചില സമയത്ത് വളരെ അൺറിയലിസ്റ്റിക്കായിട്ട് അതിനെ അങ്ങ് കാണും, അതിനൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കും. പക്ഷെങ്കിൽ ഏതവസ്ഥയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഫൊർഗീവ്നെസ് ഈസ് പോസിബിൾ, ബട്ട് ഇറ്റ് വോണ്ട് ഓൾവേസ് ഫീൽ പോസിബിൾ. അതൊരു ഡബിൾ എഡ്ജ്ഡ് വേർഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൊടുക്കാൻ ഭയങ്കര ഹാർഡാണ്, പക്ഷേ അത് കിട്ടിയാൽ വളരെ അമേസിങ്ങുമാണ്, അല്ലേ? യേശു കർത്താവിൽ നിന്ന് നാം വളരെ ഫ്രീ ആയിട്ടല്ലേ ദൈവമക്കളെ അത് സ്വീകരിച്ചത്, ഫൊർഗീവ്നെസ്. എന്നാൽ പിന്നെ എന്തിനാ അത് കൊടുക്കാൻ നീ റെഫ്യൂസ് ചെയ്യുന്നത്, മടിക്കുന്നത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വെയ്റ്റ് ഓഫ് ഫൊർഗീവ്നെസ്, ഫൊർഗീവ്നെസ്സിൻ്റെ ആ വെയ്റ്റ്, അതിനെ ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല കേട്ടോ. അതിനെ ഒരു ഓപ്ഷനായിട്ട് കാണരുത്. എത്ര ബുദ്ധിമുട്ടിയാലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നാം സഹകരണ മനോഭാവത്തോടുകൂടെ ക്ഷമിപ്പാൻ ഒരുക്കമുള്ളവരായിട്ട് തീരണം. എങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ദൈവം നമ്മിൽ പ്രസാദിക്കത്തുള്ളൂ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. എഫീഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 7 ഇങ്ങനെ പറയുന്നു, എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണം, നമ്മുടെ ഒരു ഡിറ്റർമിനേഷൻ്റെ പ്രവൃത്തിയാണ് ഫൊർഗീവ്നെസ്. നമ്മുടെ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫൊർഗീവ്നെസ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് കോപ്പറേഷൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ വരുമ്പോൾ അത് മിസ്സിങ് ആയി തീരുമല്ലേ. എന്നാൽ യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് അതാ. കർത്താവ് നമ്മളോട് എങ്ങനെ ക്ഷമിച്ചോ അതുപോലെ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തിനറിയാം ചിലപ്പോൾ നമുക്ക് തന്നെ അത് ചെയ്യുവാൻ കഴിയത്തില്ലെന്ന്. അതുകൊണ്ടാണ് നാം നമ്മുടെ സ്ട്രെങ്തിൽ
ആശ്രയിക്കരുതെന്ന് കർത്താവ് പറയുന്നത്. നമുക്ക് കർത്താവിൻ്റെ ആ ഔട്ട്സ്ട്രെച്ച്ഡ് ആംസ് ഉണ്ടല്ലോ, നമ്മളെ ചോർത്ത് പിടിക്കുവാൻ, നമ്മെ ഗ്രാബ് ചെയ്ത് ചോർത്ത് പിടിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓർത്ത് നോക്കിക്കേ, അവൻ ക്രൂശിന്മേൽ കിടന്നപ്പോൾ ഡ്രിപ്പ് ചെയ്ത് വീഴുമല്ലായിരുന്നോ രക്തം താഴേക്ക്. ഹി ഫോർഗീവ്സ് വാട്ട് വി കുഡ് നെവർ ബി ഗുഡ് ഇനഫ് ടു മേക്ക് റൈറ്റ്. അതുകൊണ്ട് അവൻ്റെ ആ ഫോർഗീവ്നെസ്സിൻ്റെ വർക്കുമായിട്ട് നമുക്കൊന്ന് കോപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ റിസീവ് ചെയ്ത ഫോർഗീവ്നെസ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് പുറത്ത് കൊടുക്കുവാൻ നാം ഒന്ന് റെഡിയാകണം. പ്രൈസ് ഗോഡ്. ഏത് വ്യക്തിയോടാണെങ്കിലും ഞാൻ പറയാം, അവർ ഇനഫ് പെയിൻ നിനക്കുണ്ടാക്കിയിട്ടുണ്ട് ദൈവപൈതലേ. നിൻ്റെ ചുറ്റുമുള്ളവർക്ക് പെയിൻ അവരുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു. നിനക്ക് ഇനഫ് ഡാമേജും അവർ ചെയ്തിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷെങ്കിൽ ഹോസ്റ്റേജ്, വെറുപ്പ് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. നിനക്ക് മുന്നോട്ട് നീങ്ങണ്ടേ, മുന്നോട്ട് പോകണ്ടേ. മുട്ടോളം നീ വേദനയിൽ മുങ്ങിപ്പോവുകയാണെങ്കിലും ഞാൻ പറയട്ടെ, ഫോർഗീവ്നെസ് ഈസ് പോസിബിൾ ആൻഡ് ഇറ്റ് ഈസ് ഗുഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിന് മനസ്സ് വെച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കണം. പ്രൈസ് ഗോഡ്. അൺചേഞ്ചബിൾ ക്യാൻ ഫീൽ അൺഫോർഗീവബിൾ. ചിലപ്പോൾ നമുക്ക് തിരിച്ചൊരിക്കലും കിട്ടാത്ത പോലെ നമുക്കറിയാം ചില സംഗതികൾ നമ്മളിൽ നിന്ന് ചിലർ എടുത്തു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഔട്ട്കം അതിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു ഹേർട്ട് ഫീലിംഗ് ഉണ്ടാകും, ആഴത്തിലൊരു ഭയം നമുക്കുണ്ടാകും. നമ്മൾ നോർമൽ ആയി ഇനിയും തീരുമോ വ്യക്തിയുമായിട്ടെന്നുള്ള തോന്നൽ നമുക്ക് വരും. അങ്ങനെയുള്ള എല്ലാ പെയിൻഫുൾ സിറ്റുവേഷനിലും നമ്മളെ തന്നെ ആ വേദന തിന്നുകൊണ്ടിരിക്കും. കൂടുതൽ ചിന്തിച്ചാൽ നമുക്ക് ഭ്രാന്ത് വരുന്ന പോലെ തോന്നും. അപ്പോൾ മനസ്സിലാക്കണം, ഫോർഗീവ്നെസ് ഉണ്ടെങ്കിൽ അതിന് ചിലതൊക്കെ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് കഴിയും. നാം നമ്മിൽ തന്നെ കടന്ന് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഫോർഗീവ്നെസ് അഡ്മിറ്റ് ചെയ്യണം, അതിനുള്ള സ്റ്റെപ്പ് നാം എടുക്കണം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അർത്ഥവത്തായിട്ട് തോന്നുന്നത് ഞാനിന്ന് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കാം. നമ്മൾ പകരം വീട്ടുന്നതിലും വളരെ സാറ്റിസ്ഫൈയിങ് ആണ് ഫോർഗീവ്നെസ്. അതായത് ഫോർഗീവ്നെസ് ഈസ് മോർ സാറ്റിസ്ഫൈയിങ് ദാൻ റിവെഞ്ച്. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്: പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പ്രൈസ് ഗോഡ്. റിവെഞ്ച് നമ്മുടെ പരിപാടിയല്ല കേട്ടോ. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്തതിന് പകരം ഇരട്ടി റിവെഞ്ച് ചെയ്യാനായിട്ട് ഒരുക്കമായിരുന്നു മനുഷ്യർ. അത് കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുമെന്ന് നിനക്ക് തോന്നും. ഇല്ല കുഞ്ഞേ, കാലം പഴക്കം വരുമ്പോൾ ഇമോഷണലി സ്പിരിച്വലി എല്ലാം നീ കഷ്ടം അനുഭവിക്കത്തേ ഉള്ളൂ. അതായത് നീ റിവെഞ്ച് ചെയ്യാൻ പോയാൽ നീ ഓൾറെഡി ചെയ്തിരിക്കുന്ന നിൻ്റെ റോങ് ഡൂയിങ്സിൻ്റെ കൂടെ പിന്നെയും കുറേ റോങ് ഡൂയിങ്സും കൂടെ ചെയ്ത് കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫോർഗീവ്നെസ്സിൽ നമുക്ക് കിട്ടുന്ന ആ സമാധാനമുണ്ടല്ലോ, അത് റിവെഞ്ചിനെ കഴിഞ്ഞും സാറ്റിസ്ഫൈയിങ്. രണ്ടാമത്, അവർ ഗോഡ് ഈസ് നോട്ട് എ ഡു നത്തിങ് ഗോഡ്. നമ്മുടെ ദൈവം ഒന്നും ചെയ്യാതെ മാറിയിരിക്കുന്ന ദൈവമല്ല. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതായാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. മൂന്നാമത്, ഓർത്തുകൊള്ളണം, ദ എനിമി ഈസ് ദ റിയൽ വില്ലൻ.
ശരിക്കും വില്ലൻ നമ്മുടെ ശത്രുവാണ്. ഇതിനകത്തൊക്കെ കിടന്ന് കളിക്കുന്നത് ശത്രുവാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിൻ്റെ ദുഷ്ടാത്മസേനയോടും അത്രേ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ നാളിൽ ഹാർട്ട് ബ്രേക്സ് നമ്മുടെ ജീവിതത്തിൽ വരാതെ, അത് വരുത്തുന്നത് അൺഫൊർഗീവ്നെസ് മൂലമാണെന്ന് അല്പമെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ പല ഹാർട്ട് ബ്രേക്കിൽ നിന്നും സന്തോഷത്തോടെ ജീവിക്കാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപ ദൈവം നമുക്ക് തരും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ക്ഷമിക്കുവാനുള്ളൊരു മനസ്സ്, നന്മയാൽ തിന്മയെ ജയിപ്പാനുള്ള ഒരു മനസ്സ്, പിശാചിന് ഇടം കൊടുക്കാതെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് അന്ധകാര ശക്തികളോട് പോരാടുവാൻ, ഇതെല്ലാം നീ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.